ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ പെരുന്നാളാവിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ നമ്മുടെ ഷോപ്പിങ്ങും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കണ്ട് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഈദ് മുബാറക്. കുറച്ച് ലേറ്റായി പോയി വീഡിയോ ഇടാനായിട്ട്, കുറച്ച് തിരക്കൊക്കെ ആയി പോയിട്ടോ പെരുന്നാൾ കഴിഞ്ഞപ്പം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഈവനിങ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിഠായി തെരുവിലേക്കാണ് ഫസ്റ്റ് പോയത്. നല്ല തിരക്കിയിരുന്നു. എല്ലാവർക്കും എടുക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ എനിക്ക് എടുക്കൽ മാത്രം നടന്നിട്ടുള്ളതിനും, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും പിന്നെ നല്ല തിരക്കാണ്. കുട്ടികളെ കൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറായിപ്പോയി. അപ്പം എനിക്ക് എടുക്കൽ മാത്രം നടന്നിട്ടുള്ളൂ കേട്ടോ. ഇത് ഹൈക്കുനിയൊക്കെ നമ്മൾ കുറേ നോക്കി, പക്ഷേ അവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്നൊന്നും കാണാഞ്ഞപ്പം പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ട് നമ്മൾ സ്ഥിരം വരുന്ന ഒരു പ്ലേസ് ആട്ടോ, കാള റോഡുള്ള. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ഇതാ ബ്രോസ്റ്റഡും പിന്നെ അൽഫാമൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പിന്നെ ഏത് പൈസ വേണ്ടി നല്ല ചൂടുണ്ട്. ഉപ്പുണ്ടല്ലോ. നമ്മൾ തിന്ന് ചിക്കൻ തിന്ന് ചൂടോണ്ടേ. ആ ഷോപ്പ് വന്നോ? ഷോപ്പ് വന്നെങ്കിൽ മാത്രമേ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ അൽഫാമും ഇവർ ബ്രോസ്റ്റഡ് ആയിരുന്നു ഓർഡർ ചെയ്തത്. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാനായിട്ട് ഇഷ്ടം. ഇവർക്കാണെങ്കിൽ ബ്രോസ്റ്റഡാണ് കൂടുതൽ ഇഷ്ടം. ഇവിടുത്തെ ബ്രോസ്റ്റ് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മിക്കാക്കയും മക്കളും ഇവിടെ നിന്ന് ബ്രോസ്റ്റിനായിട്ട് ഓർഡർ ചെയ്യൽ. ഞാനാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റി ഓർഡർ ചെയ്യലുള്ളത്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പം ഹയാനുവിനെ കൂട്ടിയിട്ടില്ലേനും ഓനെ ഇക്കാൻ്റെ ഉമ്മൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവനെയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവേനും. കാരണം ഹയനും കൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് പോകുന്നൊരു പരിപാടി എത്രമാത്രം റിസ്ക്കാണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രയൽ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ നോക്കുമ്പോഴേക്ക് രണ്ട് വഴിക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചലിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പം ആരെങ്കിലുമൊക്കെ നമ്മൾ കൂടെ കൂട്ടലുണ്ട്. പ്രത്യേകിച്ച് എപ്പോഴും അനിയത്തി ഉണ്ടാവലുണ്ട്. എന്നാലും മക്കളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് അവരൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൂടെ കൂട്ടലുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ വട്ടക്കിണറിലൊരു ഷോപ്പിലേക്ക് വന്നതാണ്. ആ പാൻറ് കിട്ടോ കഷ്ടാ പാൻറ് എല്ലാം ഒന്ന് അതിൻ്റെ മുകളിൽ ഇട്ടൊക്കെയാൽ മതി. അതിൻ്റെ മുകളിൽ ഇട്ടൊക്കെയാൽ മതി. അതിൻ്റെ മുകളിൽ കണക്കോട്ടനിയാ. ആ രസമുണ്ടല്ലേ. നോട്ടെ ചെറുതാണോ പാൻറ്? ചെറുതാല്ലേ? എന്നാൽ പാൻറ് ഒന്നും നല്ല എടുക്കാം. പാൻറ് അങ്ങനെ അവിടുത്തെ രണ്ടുപേർക്കും പാൻറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. നമുക്ക് ടീഷർട്ടൊന്നും വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അങ്ങനെ അത് പിന്നെ നോക്കാമെന്ന് കരുതിയിട്ട് വേറെ എവിടെ നിന്ന് നോക്കാമെന്ന് കരുതിയിട്ട് പാൻറ്റ് മാത്രം എടുത്തിറങ്ങി. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ, അതായത് പെരുന്നാളാവിൻ്റെ അന്നാണ്. അന്ന് രാവിലെ നോമ്പാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രെഡൊന്ന് മുട്ടയിൽ നോക്കിയിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ കാക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. പെരുന്നാൾ അവിടെയാണ് നമ്മൾ കൂടുതലുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഷോപ്പിൽ കയറിയതാട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറിയതാണ്. അവിടെ നിന്ന് ഇതിലേക്ക് നമ്മൾ എടുത്ത പാൻറ്റിലേക്ക് മാച്ചായിട്ട് ഏതെങ്കിലും ടീഷർട്ടോ അല്ലെങ്കിൽ ടോപ്പോ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. പക്ഷേ എടുത്ത പാൻറ്റിലേക്ക് ഒരു ടോപ്പും അങ്ങനെ സ്യൂട്ടാവുന്നില്ലേനു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ
ടൗണിലും അതുപോലെ തന്നെ കല്ലായി അങ്ങനെ കുറേ ഷോപ്പിലൊക്കെ പോയിട്ടോ ഒന്നും നമുക്ക് മനസ്സിന് അങ്ങോട്ട് പറ്റിയെന്നില്ലേനു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് തന്നെ പോന്നു. രാത്രി കാക്കൻ്റെ പണി കഴിഞ്ഞ് വന്നിട്ട് നമുക്കൊന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ ഇതാ വീട്ടിലെത്തിയതിന് ശേഷം ഒരു 2 മണിയൊക്കെ ആയിട്ടോ വീട്ടിലെത്തുമ്പം. അപ്പം ഞാൻ പിറ്റേന്നത്തേക്കുള്ള അതായത് പെരുന്നാളിലേക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഉന്നക്കായും സമൂസയാട്ടോ ആക്കുന്നത്. എപ്പോഴും നമ്മൾ അത് തന്നെയാണ് ആക്കലുള്ളത്. അതാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാനും പിന്നെ നമുക്ക് കഴിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും വലിയ പണിയുള്ളൊരു കാര്യമാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് റിസ്ക്കുള്ള പരിപാടി ആകുമ്പോൾ തലേന്ന് തന്നെ കഴിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെരുന്നാളിന് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ചെറിയ പെരുന്നാളിനെല്ലാം ഉച്ചയ്ക്ക് തന്നെ റെഡി ആയിട്ട് നമ്മളെല്ലാം ഫ്രീസറിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം കുറച്ച് ലേറ്റായി പോയി. എന്നാലും ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. പിന്നെ ഉന്നക്കായൊക്കെ ഫ്രീസറിൽ കയറ്റിയതിന് ശേഷം പിന്നെ വേഗം സമൂസയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് ഫ്രീസറിലേക്ക് വെക്കും. അത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം കേട്ടോ. ഉന്നക്കായ ആണെങ്കിലും സമൂസ ആണെങ്കിലും കേടാവില്ല. അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തേക്ക് വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രീസ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഈദിൻ്റെ വ്ളോഗിലും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിൽ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ഉള്ളൊരു പരിപാടിയാണ് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കലും ബിരിയാണി വെക്കലും. അപ്പോൾ ബിരിയാണി പിന്നെ നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യൽ തന്നെയാണ്. അപ്പം ഈ പലഹാരത്തിൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞ് കിട്ടി. പിന്നെ ഇന്ന് നോമ്പുള്ളതും കൂടി നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടും ഈ കുറച്ച് പലഹാരങ്ങൾ തന്നെ എടുത്ത് പൊരിക്കാനുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച സമൂസയും അതുപോലെ തന്നെ ഉന്നക്കായ ഉണ്ടല്ലോ, അതിന് കുറച്ച് എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പിന്നെ ചിക്കൻ ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ അതും കൂടി ഒന്ന് വേഗം മസാല തേച്ച് വെക്കാമെന്ന് കരുതിയിട്ടോ. അതും കൂടി ഒന്ന് മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ എടുത്ത് പൊരിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് വേഗം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആവലെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പലഹാരം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം പൊരിച്ചെടുത്തിട്ട് ബാക്കി ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം കലക്കുക ജ്യൂസ് അടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലെങ്കിലും സാധാ വെള്ളം മാത്രമായിട്ട് കുടിച്ചത്. ഇമ്മനോട് കുറേ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വെള്ളം വേണം കലക്കിക്കോ ആക്കിക്കോ എന്നൊക്കെ. പക്ഷേ എനിക്ക് വേണ്ടേനു കേട്ടോ. ആ സമയത്ത് മധുരമുള്ളത് കുടിക്കാനൊരു മൂഡില്ലേനും. അപ്പോൾ ഞാൻ പിന്നെ സാധാ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നോമ്പില്ലേനു കേട്ടോ. എനിക്ക് മാത്രമേ ഉള്ളൂ നോമ്പ്. അമ്മ നോമ്പ് പിടിക്കാൻ പറ്റില്ല. അമ്മ ഗുളി മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പെടുക്കാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പം അമ്മ നോമ്പെടുത്തിട്ടില്ലേനും ഞാൻ മാത്രം നോമ്പെടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇതാ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഹൈക്കും നീക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് കേട്ടോ ഇപ്പോൾ പോകണത്. കാരണം ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആക്കി. കാരണം മിഠായിത്തെരുവ് പോയിട്ട് കാര്യമില്ല. കാരണം അത്രയും ഷോപ്പിൽ നമ്മൾ കയറി ഇറങ്ങി. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹൈലൈറ്റ് പോകാൻ നോക്കി. പക്ഷേ അവിടേക്കൊക്കെ ഇനി പോയി തിരിച്ച് വരുമ്പോഴേക്കും നല്ല ലേറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ആദ്യം ഈ ഫ്ലാറ്റിലേക്കാണ് പോണത്. ഇക്കാക്കൊന്ന് അവിടെ പോയിട്ട് ഫ്രഷ് ആവണം. പിന്നെ 1-2 സാധനങ്ങളും കൂടി എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. ഇന്ന് പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് അതിനുശേഷം നമ്മളിതാ നേരെ കോതിപ്പാലത്തേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഉപ്പിലിട്ട ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ മസാല വാട്ടർ കുടിക്കാനൊരു ആഗ്രഹം. അങ്ങനെ പിന്നെ നമ്മൾ നേരെ കോതിപ്പാലത്തേക്ക് വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസും പിന്നെ നാരങ്ങ സോഡ മസാല വാട്ടർ അങ്ങനത്തെ ഐറ്റംസൊക്കെ കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. പെരുന്നാളിനേക്കാളും രസം പെരുന്നാരാവ് തന്നെയല്ലേ. എനിക്ക് ചെറുപ്പം മുതലേ പെരുന്നാരാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല എൻജോയ്മെൻറ്റാണ് പെരുന്നാരാവിന് പുറത്ത് പോക്കും മൈലാഞ്ചിരലൊക്കെ ആയിട്ട്. ഇപ്പം പെരുന്നാരാവിന് മൈലാഞ്ചിരാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ പുറത്ത് പോക്കാണ് മെയിൻ പരിപാടി. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പെൻഡിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വാങ്ങിക്കൽ ലാസ്റ്റ് പെരുന്നാരാവിൻ്റെ അന്ന് പോയിട്ടാണ്. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇങ്ങനെ പെരുന്നാരാവിനൊക്കെ കറങ്ങാൻ വേണ്ടി തുടങ്ങിയത്. അതിന് മുമ്പ് ഇപ്പനൊന്നും പെരുന്നാരാവിന് നമുക്ക് കിട്ടുകയില്ല കേട്ടോ. നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം മുമ്പ് തന്നെ കഴിയും. പെരുന്നാരാവിന് പുറത്ത് പോകാൻ ഉണ്ടാവില്ല. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പെരുന്നാളിന് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഒരു 4 മണി 4:30 ആ സമയത്താണ് എഴുന്നേറ്റത്. അതിനുശേഷം വേഗം തന്നെ സമൂസയും സമൂസയും ഉന്നക്കായൊക്കെ വേഗം പൊരിച്ചെടുത്തിട്ട് പിന്നെ ചിക്കൻ കറി ഞാൻ രാത്രി തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇനി പത്തിരി മാത്രം റെഡിയാക്കാനുള്ളൂ. അങ്ങനെ പത്തിരിയെല്ലാം റെഡിയാക്കി നമ്മൾ അടുക്കളത്തെ പണികൾ കഴിയുമ്പോൾ സമയം ഒരു 5:30 ആയിട്ടുള്ളൂ കേട്ടോ. ആ സമയം ഞാൻ വേഗം കുളിക്കാൻ പോയി. പിന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വേറെ കറക്റ്റ് പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ. കുറേ വീഡിയോ പെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇതാ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ചായ കുടിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ പെരുന്നാൾ നിസ്കാരം വരുന്ന 8 മണിക്കാണ്. അപ്പം ആ ഒരു ടൈം വരെ ഫ്രീ ആണ്. വേറെ കാര്യമായിട്ട് പണികളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിക്ക് നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പലഹാരം അതുപോലെ തന്നെ എന്താണോ നമ്മളെ വീട്ടിൽ പെരുന്നാളിന് ഉണ്ടാവുന്ന ആ ഐറ്റംസൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കലുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് പൂരിയും ചിക്കൻ കറിയാണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയവരൊക്കെ തിരിച്ച് വന്നതിന് ശേഷം കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കേട്ടോ കഴിക്കാം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും കൂടി വേഗം പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചു. ആ സമയം വരെ ഹയാനുമോനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഓരെ വിളിക്കാൻ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഓരോ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ ആ ഒരു ടൈമിന് നിസ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ കുട്ടികളെ മാറ്റിക്കലും ഒരുക്കലും പിന്നെ അവരുടെ മൂഡ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതി. അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കുട്ടികളെ എണീറ്റ് അവരെ ഫ്രഷ് ആക്കലും അവർക്ക് ചായ എടുക്കലും കഴിഞ്ഞതിന് ശേഷം നമ്മളും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. ഇതിപ്പം ഇക്കാക്ക ഹൈനേനെയും കൊണ്ടുവന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ രണ്ടുപേരെയും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഹൈക്കുന് പുതിയ ഡ്രസ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുളിച്ച് മാറ്റാൻ വേണ്ടി എടുത്ത ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇനിയിപ്പം രണ്ടാം പെരുന്നാൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമെന്നായിട്ട് വിചാരിക്കണേ. കാര്യമായിട്ട് പെരുന്നാളിൻ്റെ നമുക്ക് എവിടെയും പോകാനൊന്നുമില്ല. അപ്പോൾ പിന്നെ വെറുതെ പുതിയ ഡ്രസ്സ് മാറ്റിച്ചിട്ട് വീണ്ടും അയച്ചിട്ട് കളിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ലേനും. അങ്ങനെ ഇതാ ഇവർ പുറത്തേക്ക് പോവാണ് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പയും അനിയത്തിയും അനിയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അവരിതാ ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഫുഡും അപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മണി ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ചോറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ നമ്മളിതാ വേഗം ചിക്കനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ പെരുന്നാളിന് നമ്മളൊരു 12:30 ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കും കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങും. കാരണം നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണം ഉണ്ടാവില്ല. പെരുന്നാളിനന്ന് മെയിനായിട്ട് കിടന്നുറങ്ങും, അതന്നെ പരിപാടി. പിന്നെ അന്ന് പിന്നെ കാര്യമായിട്ട് നമ്മൾ എവിടെയും പോകാനോ ആക്കാനോ നിന്നിട്ടില്ല കേട്ടോ. എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേഗം കിടന്നുറങ്ങി കുറച്ച് നേരം. പിന്നെ വൈകുന്നേരം ആയപ്പം ചായയൊക്കെ കുടിച്ച് പിന്നെ രാത്രി സെയിം ഫുഡ് തന്നെ കഴിച്ചത്. അപ്പോൾ പിന്നെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ലേനു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.